വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമിയുടെ ബിഗ് ബോസ് ഷോക്കാണ്. എന്താണ് ലൈവിന് സംഭവിക്കുന്നത്? എന്താണ് ബിഗ് ബോസിന് സംഭവിക്കുന്നത്? അത് പറ. ലൈവ് പിന്നെ കുറെ കാര്യങ്ങൾ പറയാം. അതെ, ലൈവിനെ കുറിച്ച് പറയാം. അതായത് ലൈവിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. വോയിസ് വരുന്നില്ല, ചില സമയങ്ങളിൽ ഇത് കട്ടായി പോകുന്നു. എന്താ എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് തന്നെ ദേഷ്യം വരും. കട്ടായി ഇങ്ങനെ പോവും ഇടയ്ക്കിടയ്ക്ക്. ഇത് സംഭവിക്കുമ്പോ എന്താണെന്നറിയോ, വ്യൂവേഴ്സ് കുറയും. പിന്നെ ബിഗ് ബോസിനോടുള്ള ആ ഒരു താല്പര്യം അങ്ങനെ കുറഞ്ഞു പോകും. ഇത് കണ്ടിന്യൂസ് ചിലപ്പം 1 മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ടിന്യൂസ് കാണുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ കാണുന്ന ആൾക്കാർക്കാണ് ഇത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരിക. പിന്നെ എപ്പോഴെങ്കിലും വന്ന് ജസ്റ്റ് നോക്കുന്നവർക്ക് പിന്നെ അത് വലിയൊരു കാര്യമായിട്ട് തോന്നൂല. ഇതിങ്ങനെ 24 മണിക്കൂർ ഇരുന്ന് കാണാന്നല്ല, അതിനേക്കാളും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ഇത് കാണുന്ന സമയത്ത് കോപ്പാണ് കാണാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു പോയി പോകും. ഞങ്ങളുടെ കാര്യം പറയാം. അതായത് ഇത് കട്ടായി പോകുന്നു, കുറച്ചെങ്കിലും കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് ഇത് വരുമെന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുന്നു. പക്ഷെ വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ള ലെവലിൽ നമ്മളത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അത് നമുക്ക് അതിനോടുള്ള ഈ ഒരു ത്വര ഉണ്ടാവുമല്ലോ, എന്തായി എന്നുള്ളത്. അത് തോന്നണമെങ്കിൽ എന്താണെന്നറിയോ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കണം. അപ്പോഴാണ് അടുത്ത എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാണാനുള്ള ഫീല് വരുള്ളൂ. ഇത് അങ്ങനത്തെ സാധനം പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ പറയാം, അതായത് ഇപ്പോ ഇത് കട്ടായാലും പ്രശ്നമൊന്നുമില്ല, പ്രത്യേകിച്ച് അവിടെ ഒന്നും നടക്കുന്നില്ല. അതിന് കാരണം ഒന്ന് ഈ ലൈവ് കട്ടാകുന്നത്, പിന്നെ അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കാത്തതാണ്. അതിന് കാരണം ബിഗ് ബോസ് കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. അതായത് ചിലരുടെ എവിക്ഷൻ, പിന്നെ മറ്റൊന്ന് എല്ലാ രീതിയിലും 50 ദിവസം കൊണ്ടുണ്ടായ കണ്ടന്റ് എല്ലാം തീർത്ത് പുതിയ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അതിനകത്ത് ഓണവില്ല് കളിക്കാൻ വന്നതുപോലെ ഉണ്ട്. ഇപ്പൊ എന്താണെന്നറിയോ, ഈ പറയാനുള്ളത് പോലും പറയാൻ പേടിച്ചിട്ട് പറയാണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ പോലും എല്ലാരും ഒതുങ്ങി മറ്റേ എന്താ പറയാ പരസ്പര സ്നേഹത്തോടെ പഞ്ചപുച്ഛമടച്ച് നിൽക്കാന്നൊക്കെ പറയില്ല, പേടിച്ചിട്ട്. ഇനി എതിർത്ത് കളിക്കണമെങ്കിൽ പോലും അതിന്റെ എല്ലാ സംഭവങ്ങളും അവിടെ തീർത്തു. അതാണ് കണ്ടന്റ്. അതായത് ഇനി അങ്ങോട്ട് മുന്നോട്ട് എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ എന്ത് കളിക്കും? ഇനി അവർക്ക് ഇനി എന്തെങ്കിലും ഉണ്ടാക്കിട്ട് വരണം. അല്ല പിന്നെ വേറെ കാര്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടല്ല. ബിഗ് ബോസ് തന്നെ ഉണ്ടല്ലോ, ബിഗ് ബോസ് പറഞ്ഞില്ല ഞങ്ങൾ തന്നെ കണ്ടന്റ് ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞല്ല. ഉണ്ടാക്കുന്നുണ്ട്, നല്ല കണ്ടന്റ് ഇരുന്ന് കാണാനും പറ്റുന്നുണ്ട്. അതായത് ഒന്ന് അനീഷ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ്, അത് 50 ദിവസം വരെ എങ്ങനെയായിരുന്നു? അതായത് ഇവർ ഫ്രണ്ട്സ് ആവുമോ ഇല്ലയോ, ഇവർക്ക് തമ്മിൽ എങ്ങനെ? അതായത് നമുക്ക് കൺഫ്യൂഷനാണ് അവിടെ. അതിനൊരു തീരുമാനമില്ല. അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് തന്നെ ഇടപെട്ട് അവരെ പക്ക ഫ്രണ്ട്സ് ആക്കി അങ്ങ് മാറ്റി. അത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാൻ വലിയ രസമൊന്നുമില്ല. അതിനകത്ത് ചില പൊട്ടിത്തെറിയും അങ്ങനെ സംസാരങ്ങളും അവരുടെ കളിയും തമാശയൊക്കെ വരുമ്പോഴാണ് അതിന്റെ ഇതാണെങ്കിൽ ഇപ്പൊ ഒന്നുമില്ല. അതാണ്. അല്ലെങ്കിൽ മറ്റു എതിരാളികൾക്കൊപ്പം, അതായത് അവർക്കെതിരെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടൊക്കെ പോരാടണം. ആ ലെവലിലാണെങ്കിൽ ഇപ്പൊ അവിടെ കാര്യങ്ങളില്ല. അതിന് റിയാസ് സലീമിനെ പോലെ ഒരാൾ വരണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് അവിടെ ഉണ്ടാവുന്നില്ല. അന്ന് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തില്ലേ? അതായത് ഇവർ രണ്ടുപേരും റിയാസിനെ അങ്ങ് തുരത്തിയത്. അപ്പോ റിയാസിനെ പോലെ ഒരു എതിരാളി എന്ന് തോന്നുന്ന ലെവലിൽ ഒരാളവിടെ വേണം. അതിപ്പോ ഇല്ല. അക്ബറൊക്കെ ഒതുങ്ങി, അക്ബറിന്റെ ടീമേ ഒതുങ്ങി. അക്ബറൊക്കെ നമ്മള് രാവിലത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അക്ബറൊക്കെ എന്തിനോ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇനി എന്ത് ചെയ്യണം, എന്താ കാണിക്കേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളായി മാറി. അക്ബറിന് സംശയമുണ്ട് പുറത്ത് നെഗറ്റീവ് ആണ് ഈ ഗ്രൂപ്പിന് എന്നുള്ളത്. അതായത് താൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിന് നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതിലൂടെ തന്നെ അക്ബർ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ കൂടെ തന്നെ ജസ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഇപ്പോ മഞ്ഞപ്പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് എന്നുള്ള ലെവലില് അംഗീകരിക്കുന്നു. കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അതെ, ആ ലെവലില് ഇതിനൊക്കെ എതിരെ എതിർക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ എതിർപ്പ് വരുമ്പോഴാണ് അതിനകത്ത് വീണ്ടും വഴക്കുകൾ ഉണ്ടാകുന്നതും. വഴക്കുകൾ ഉണ്ടാക്കണം, മനഃപൂർവ്വം ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകുമ്പോഴാണ് ഇത് ഭയങ്കര എൻഗേജ് ആയിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇതെന്ത് കാണാനാ നമുക്ക്? തീർച്ചയായും എതിരാളികൾ വേണം. പിന്നെ എപ്പോഴും അത് ഇപ്പുറത്തായാലും അപ്പുറത്തായാലും അതില്ലാത്തതിന്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോ ഷാനവാസും അനീഷും ശരിക്കും എതിരാളികളായിരുന്നു ആദ്യം. പിന്നെ അതിലേക്ക് ഫ്രണ്ട്ഷിപ്പ് വന്ന് അത് ഫ്രണ്ട്സ് ആകോ ഇവര് എന്നുള്ളത് നമുക്ക് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആ ക്യൂരിയോസിറ്റി ഇവര് ഇല്ലാതാക്കി. ഇപ്പൊ അങ്ങനത്തെ ഒരു സാധനം അവര് നമുക്ക് ഇപ്പൊ എന്താ, അവര് ഫ്രണ്ട്സ് ആണ്. ഇനിയിപ്പോ അത് നോക്കണ്ട എന്നുള്ള രീതിയിലായി. ഇനി അടുത്തത് അനുമോൾ ഒരു ഒറ്റയാൾ പോരാട്ടം നയിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ആളുടെ കൂടെ മറ്റുള്ളവരുണ്ടാവുകയോ ഇല്ലയോ, ആരൊക്കെ ആളെ ചതിക്കും, ആളുടെ കൂടെ നിന്ന് ആരൊക്കെ കുതികാല് വെട്ടും, ആള് ഈ സമയത്ത് ആരുടെ കൂടെ അല്ലെങ്കിൽ ആർക്ക് എതിരെ നിൽക്കും എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും ഇപ്പൊ അല്ല. അനുമോൾക്ക് ഇപ്പൊ എതിരാളികളും ഇല്ല,
ജസ്റ്റ് 2 ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ അങ്ങനെ നിന്ന് ജസ്റ്റ് കളി തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു. പിന്നെ അടുക്കളയിലെ കിച്ചൺ ഡ്യൂട്ടി പരിപാടി ഫുഡ് വെച്ച് ഇങ്ങനെ എല്ലാരും സെർവ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കുറച്ച് ഫുഡ് വെക്കുക, സ്നേഹത്തോടെ വിളമ്പുക, സ്നേഹത്തോടെ കഴിക്കുക, എല്ലാരും കൂടെ ഇരുന്നിട്ട് കൈകൊട്ടി കളിക്കുക, പാട്ട് പാടുക, ഇതൊക്കെ തന്നെ പരിപാടി. അത് ഇനി ആര്യൻ ജിസേൽ അവരുടെ കോമ്പോ എങ്ങനെയാണോ ഇതിന് മുൻപുണ്ടായിരുന്നത് അതുപോലെ തന്നെ സാധാരണ പോലെ പോകുന്നു. പ്രത്യേകിച്ച് അതായത് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ഇനി അടുത്തത് അതായത് ഒണിയില്, അഭിലാഷ്, ബിന്നി, സാബുമാൻ, ഈ ടീം ഇവര് ജസ്റ്റ് ഇപ്പോഴും കുത്തിത്തിരിപ്പ് എന്നുള്ള ആ ഒരു പ്രശ്നം ആർക്ക് പ്രശ്നമുണ്ട്? ബിന്നിക്ക്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ആവർത്തന വിരസതാവുന്നു. ഇതാണെങ്കിൽ ഇതിനെ കുറിച്ച് മാത്രമേ ഇവർ 4 പേര് ഇരിക്കുകയാണെങ്കിൽ ഷാനവാസിനെ കുറിച്ച് പറയുക, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് മാത്രമല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവർക്ക് പറയാം. അതായത് ഈ കുത്തിത്തിരിപ്പാണ് ഇവര് എന്ന് പറഞ്ഞു വെച്ചത് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇത് ഒന്ന് ക്ലിയർ ചെയ്യണം. ഞങ്ങൾ കുത്തിത്തിരിപ്പല്ല എന്ന് ക്ലിയർ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമം പിന്നീട് ഭാഗത്തുനിന്ന് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് അഭിലാഷിന് ഈ പ്രശ്നമുണ്ട്. അഭിലാഷിനും ഒനിയിലിനും, അതായത് ഷാനവാസിന്റെ കൂടെ കൂടി ഞങ്ങൾ കുത്തിയിട്ടില്ല, ഷാനവാസിനെ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യാണ് ഇവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാനവാസ് തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ള ലെവലിൽ ഇത് കൊണ്ടുപോകുന്നു. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ അവർക്കും, ഇതിനെക്കുറിച്ച് മാത്രമേ അവർക്ക് ചർച്ചയുള്ളൂ. അതെ. അപ്പൊ റേണ ഫാത്തിമ പോയി, അത് ശക്തയായ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. ജനങ്ങള് വെറുക്കുന്നുണ്ടാവാം, അതിനെന്താണ്, ജനങ്ങള് വെറുക്കണല്ലോ. അവിടെ അത് കണ്ടന്റ് തരാത്ത കുറെ ആൾക്കാരുണ്ട്. ഇപ്പോ സാബുമാൻ ഒരു കാര്യം അവിടെ ഇല്ല, ഉള്ള കാര്യം പറയാലോ, എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് തന്നെ ചിന്തിച്ചു. ഇപ്പൊ സാബുമാനെക്കാട്ടിലും ഇപ്പൊ പോയ ആൾക്കാരുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ സാബുമാനെക്കാട്ടിലൊക്കെ എത്രയോ മടങ്ങ്. അതെ, സാബുമാൻ കഴിഞ്ഞ വീക്ക് രക്ഷപ്പെടാൻ തന്നെ കാരണം അതിന്റെ മുന്നത്തെ ആ സ്റ്റാച്ചു വന്നോണ്ടാ. ഇല്ലെങ്കിൽ സാബുമാൻ എപ്പോഴേ കണ്ട മണി ഓടേണ്ടി വന്നേനെന്നറിയോ? അത് നാലിച്ചോക്ക്. സ്റ്റാച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന പ്രതിമ, ആ പ്രതിമ അയാള് തിളങ്ങിന്നാ, അതിനർത്ഥം ബിഗ് ബോസിന് ആവശ്യമില്ലാത്ത ആളെന്നാ. സത്യം. എന്നാലിച്ചോക്ക്, അതിന് വോട്ട് വന്ന് അവിടെ നിർത്തി. ഇനി മറ്റൊന്ന് അപ്പാനി ശരത്ത്. അപ്പാനി ശരത്തൊന്നും ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു. അപ്പാനി ശരത്ത് പോയതോടെ അക്ബറിന്റെ ഒരു ഭാഗം കുറഞ്ഞു. അക്ബറിന് അത് ഭയങ്കരമായിട്ട് നെഗ്ഗായി. അതിനുശേഷം വീണ്ടും ആ ലെവലിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലാക്കിയ ആള് തന്നെ ഇത് നെഗറ്റീവ് ആണെന്നുള്ളത്. ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അപ്പാനി ശരത്തും അപ്പാനിയും അക്ബറും ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പുറത്ത് അനീഷും ഷാനവാസും എന്തായിരിക്കും ഗെയിം നടക്കുന്നത്? സൂപ്പറായിരിക്കും. പിന്നെ മസ്താനി 2 അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 3 ആഴ്ച അല്ലേ മൊത്തം? 3-ാമത്തെ ആഴ്ച പോകുന്നു. 2 ആഴ്ച പക്ക ഗെയിമറായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗെയിമർ എന്ന നിലയിൽ മസ്താനി ഒരു രക്ഷയില്ലായിരുന്നു. അതെ, നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും വേണം. അപ്പോഴാണ് നമുക്ക് എൻഗേജ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പൊ മസ്താനി ഏത് ലെവലില് ആർക്കെതിരെ നിൽക്കും, ആർക്കെതിരെ ആള് പ്രവർത്തിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അത് ഇനി അങ്ങോട്ട് തന്നെ. അതെ, ആള് ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും. എന്തെങ്കിലും പ്രശ്നം ആ ഒപ്പം ഇരിക്കുന്ന ആളോട് തന്നെയായിരിക്കും പ്രശ്നം. അക്ബറിനോട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഷാനവാസിനോട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അനുമോളോട് പ്രശ്നം ഉണ്ടാക്കി, എല്ലാരോടും അവിടെയുള്ള എല്ലാരോടും വിഷയം ഉണ്ടാക്കിയ ഒരാളാണ് മസ്താനി. അല്ലാണ്ട് അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഏത് സമയത്തും കണ്ടന്റ് വന്നുകൊണ്ടേയിരിക്കും. എന്താണെങ്കിലും ആ ഒരു ശരിക്കും ഒരു വൈൽഡ് കാർഡ് റീ എൻട്രി നന്നായിട്ട് അർഹിക്കുന്ന ഒരാളാണ് ഈ സീസണിൽ കേട്ടോ. ശരിക്കും ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാല് വീണ്ടും ഗെയിം ഒന്നുകൂടെ എൻഗേജ് ആയിട്ട് പോകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാശിയൊക്കെ വീണ്ടും വരും. അതായത് അപ്പാനി പുറത്തായതിന്റെ പേരില് ഈ 2 പേരും ആര്യനും മറ്റു ടീമുകളും ഇവർക്കെതിരെ നിന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് പിന്നെ ശരിക്കും ഒന്നുകൂടെ ഇമ്പാക്ട് ആവും അപ്പാനി ശരത്തിനെയും മസ്താനിയെയും കൊണ്ടുവരണം അല്ലേ? എന്തായിരിക്കും സാബുമാനെ പുറത്താക്കുക. യെസ്. പിന്നെ അവിടെ യൂസ്ലെസ് ആയിട്ടുള്ള ആള് സാബുമാൻ ഒരാള് പോയിട്ട് ഇവർ 2 പേരും കയറിയാലും മതി. അപ്പൊ അടിപൊളിയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓരോ 1.5 സീസണായി മാറും. ഇപ്പൊ വൈൽഡ് കാർഡ് ആയിട്ട് വന്നിട്ടുള്ള ജിഷിൻ, ലക്ഷ്മി ഇവരല്ലേ ഉള്ളൂ ഇപ്പൊ അതിനകത്ത്. അതെ, സാബുമാനെ പിന്നെ ആവശ്യമില്ല പുറത്താക്കുക. അപ്പോ ലക്ഷ്മി, ജിഷിൻ എന്നുള്ള ലെവലിലേക്ക് വീണ്ടും ലക്ഷ്മിക്കൊരു കൂട്ടായിട്ട് ഒരാൾ വരും, മസ്താനി. മാത്രല്ല കൂട്ടത്തോടെ ഗ്രൂപ്പായി കളിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലതാണ് മസ്താനി.
അപ്പോൾ ഇവരെല്ലാവർക്കും എതിരെ നിൽക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മസ്താനിയെ ഇവിടെ വെക്കാൻ കഴിയും. ഒന്ന്. പിന്നെ അപ്പാനി ശരത്ത് VS മസ്താനി, അതുപോലെ തന്നെ മസ്താനി VS ആര്യൻ. ഈ സാധനങ്ങളൊക്കെ വരും. ഭയങ്കര സംഭവം. ഇതിനകത്ത് ഏറ്റവും ഗംഭീരം എന്ന് പറയുന്ന സാധനം ടീം. അതിനകത്ത് ശരിക്കും സെപ്പറേറ്റ് ആവും ഗ്രൂപ്പ് ശരിക്കും പക്കയാവും. ഇതിനകത്ത് ലക്ഷ്മി മസ്താനി അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പുറത്ത് അക്ബർ അപ്പാനി ശരത്ത് ആര്യൻ അവരുടെ ഗ്രൂപ്പ്. അവര് ഭയങ്കര ശക്തരായിട്ട് മസ്താനിക്കെതിരെ കളിക്കും. അതെ. ഇപ്പുറത്ത് ഷാനവാസ്, അനീഷ്, ജിഷിന്, അനുമോള്. മോനെ എന്തായിരിക്കും. ശരിയാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ട കളിയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതും വിലയിരുത്തിയിട്ടുള്ളതും. പക്ഷെ ഈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ സീസൺ തന്നെയാണ്. പിന്നെ എന്താണെന്നറിയോ, ഇത് ഇവർക്കൊക്കെ അറിയാം ഈ ഗ്രൂപ്പ് ഇത്രയും മുന്നോട്ട് പോകും. അതിനുശേഷം ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ട സാധനമാണെന്നൊക്കെ. ഇത് വരുന്ന സമയത്ത് വീണ്ടും പോയി വരുന്ന സമയത്ത് എന്തായാലും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കളിക്കേണ്ടി വരും. പക്ഷെ അതുവരെ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കളി ഭയങ്കര രസം തന്നെയാണ്. അടിപൊളിയായിട്ട് പോകും. പിന്നെ അത് മാത്രമല്ല, അതിനുശേഷം ആരൊക്കെ ചതിക്കും, ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ചർച്ചയാവും. ഭയങ്കര സംഭവം. യഥാർത്ഥ സൗഹൃദം അനീഷിന്റെയും ഷാനവാസിന്റെയും അനുമോളുടേതും ആദിലയുടെയും നൂറിന്റേതുമാണോ, അതോ അപ്പുറത്ത് അപ്പാനി ശരത്തിന്റെയും അക്ബറിന്റെയും ആര്യൻ ജിസേൽ ഇവരുടേതാണോ? ഇനി ഇപ്പുറത്ത് മറ്റൊരു ടീം ഉണ്ട് അവിടെ. ഈ അഭിലാഷിനെ ശരിക്ക് ഒന്നിലും ഉൾപ്പെടുത്താൻ പറ്റില്ല. ശരിക്ക് ആളെ സാബുമാന്റെ കൂടെ പറഞ്ഞു വിടേണ്ട ആളാണ്. പക്ഷെ ഒണിയില് സംസാരിക്കാനും ഇതുണ്ട്. അത് ഈ അഭിലാഷ് കൂടെ ഉള്ളപ്പോഴാണ് ഒനിയില് താന്നു പോകുന്നത്. നെഗറ്റീവായിട്ട് വരുന്നത്. അഭിലാഷ് ഇല്ലാത്ത സമയത്ത് ഒനിയില് ഫയർ തന്നെയാണ്, ഭയങ്കരാണ്. അപ്പൊ എന്തായാലും ആള് കയറി വരുന്നുണ്ട് ഉണിയില്. അപ്പൊ ഉണിയിൽ അവിടെ നിൽക്കട്ടെ. അപ്പോ ബെസ്റ്റ് സംഭവമായിരിക്കും. ഇനി എന്തായാലും ഒരു വൈൽഡ് കാർഡ് വന്ന് പുതിയ ആൾക്കാർ വന്ന് ഇനി ഏത് ലെവലിൽ കളിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് പരിചയപ്പെട്ട് ശരിയായ രീതിയിൽ വരുന്നതിന് തന്നെ സമയം ഒരുപാട് എടുക്കും. അതിനെ വരും 2 ആഴ്ച. അതെ. അപ്പൊ അതിന് പകരം അപ്പാനി ശരത്തിനെയും മസ്താനിയും അങ്ങ് കൊണ്ടുവരിക. അതോടെ തന്നെ പരിപാടി കളറാവും. സീസൺ 7 തീവാറും. അതെ. 7ന്റെ പണി എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും കണ്ടസ്റ്റൻസിന് കിട്ടുക. ഇവർ രണ്ടുപേരെയും റീ എൻട്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ സംഭവം. അപ്പൊ ഇപ്പൊ ബിഗ് ബോസ് ഇല്ലാതാക്കിയ പല കണ്ടന്റുകളും വീണ്ടും മുളച്ചു വരും. പിന്നെ അതങ്ങ് വളരും. എന്തായിരിക്കും അങ്ങനത്തെ ഒരു സീസൺ. ഇനി അങ്ങോട്ട് ഇത്ര ദിവസത്തേക്ക് ഇത് തന്നെയാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു. സൂപ്പർ ആയിരിക്കും. കണ്ടന്റ് കൊണ്ട് ചാകരയായി. അതെ. ഇപ്പൊ എല്ലാം ഇല്ലാതായി. ഒന്നുമില്ല. ഇപ്പൊ ബിഗ് ബോസ് കാണാൻ ആർക്കും താല്പര്യം തോന്നുന്ന ലെവലിലല്ല അത് പോകുന്നത്. ഇപ്പൊ തന്നെ നമ്മളാണെങ്കിൽ പോലും ഇപ്പൊ കുറച്ചു നേരം ലൈവ് കണ്ടിരുന്നിട്ട് വേറെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ആ കോമഡി തമാശയൊക്കെ രസമാണ്. ഇന്നലെ നടന്ന മൊത്തം ദിവസത്തിന്റെ എപ്പിസോഡ് അടക്കം നമ്മൾ ഇന്ന് രാവിലെ ഇടുന്ന വീഡിയോ സാധാരണ 30 മിനിറ്റിന്റെ അടുത്ത് പോകാറുണ്ട്. അതും പലതും ഒഴിവാക്കിയിട്ട് പറയാത്തതിന്റെ വേറെ വേർഷൻ പറയാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ റിവ്യൂവിന്റെ ഞങ്ങളുടെ സ്ട്രാറ്റജി. എന്നാൽ ഇന്നത്തെ ഞങ്ങളുടെ റിവ്യൂ എന്താണ്? അതായത് പറഞ്ഞ തന്നെ വേറെ രീതിയിൽ കുറച്ചൊന്ന് പറഞ്ഞ് മാക്സിമം 14 മിനിറ്റിന്റെ അടുത്താണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അതിന്റെ മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണല്ലോ. അതില് വാല് പിടിച്ച് കുറച്ച് സംസാരിച്ചു പോവാ. ഇത് അങ്ങനത്തെ ഒരു സാധനം ഇല്ലെന്നേ. ഇല്ലാതിരിക്കുന്നിടത്ത് എന്തുണ്ടാക്കാൻ. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ഒരു കോമഡി അവിടെ നടന്നു എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനെ നടന്നു, അത് എത്രയോ ഉണ്ടായിരുന്നു, രസകരം. അതേ കൂടുതൽ എന്ത് പറയാനാ? അവിടെ ഒന്നുമില്ല. വേറെ അവിടെ തീർന്ന്. അത് നല്ല രസമുള്ള ഒരു സംഭവം ഉണ്ടായി എന്ന് മാത്രം പറയാൻ പറ്റും. എന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മാത്രം അത് പറഞ്ഞ് അത് കണ്ട് ഇങ്ങനെ രസമായിട്ട് അത് പറയാൻ നമുക്കും ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊക്കെ. അതെ. അത് ഇങ്ങനെ കാണുക, ഒന്ന് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് മറക്കുക, അത്രേ അതിന് പറ്റുള്ളൂ. ആ ലെവലിലേക്കുള്ള ചില കാര്യങ്ങൾ മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് ചില കാര്യങ്ങൾ ഇനി നടക്കണമെങ്കിൽ സത്യമായിട്ട് പറയാം, മസ്താനിയെയും അപ്പാനി ശരത്തിനെയും ഒരുമിച്ച് കൊണ്ടുവരിക. റീ എൻട്രി രണ്ടുപേരും ഒരുമിച്ച് കയറട്ടെ. പോളി സംഭവമായിരിക്കും. അതോടെ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാവരും ഞെട്ടും. പിന്നെ അവിടെ ആവശ്യമില്ലാത്ത ആൾക്കാരെ എന്തിനാ അവിടെ നിർത്തുന്നത് വെറുതെ? ഇവരുടെ അത്ര പോലും ഒരു ആംബിയർ ഇല്ലാത്ത ആൾക്കാര് പലതും അതിനകത്ത് നിൽക്കുന്നുണ്ട്. എടുത്ത് പുറത്തിട്ടിട്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരിക. ഇത് ഭയങ്കരമായിട്ട് റീച്ച് കയറാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. കാരണം അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവരുടെ ഉള്ളിലൊക്കെ അവര് പോയി ഇനി എന്തെന്ന് ആ സമയത്താണ് ഇവരുടെ എൻട്രി. ആ വീറും ഭാഷയൊക്കെ ഇല്ലാതായി നിൽക്കുന്ന സമയത്തായിരിക്കും ഇവർ രണ്ടുപേരും വരുന്നത്. അതും മസ്താനി കൂടി അടുത്ത് അപ്പാനി ശരത്തിന്റെ കൂടെ തന്നെ വരുമ്പോഴേ പോളി സംഭവം വേറെ ലെവലായിരിക്കും. വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതെ.
എന്താണെങ്കിലും പോട്ടെ, വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ്, അത് നന്നായിരിക്കും എന്നുള്ളൊരു സജഷനാണ്. നമ്മുടെ പെർസ്പെക്റ്റീവില് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ചിലപ്പം അത് പലർക്കും അയ്യേ വെറുപ്പിക്കാണല്ലോ എന്ന് തോന്നിയേക്കാം. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെയാണല്ലോ, അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഞങ്ങള് മസ്താനി പോയ ഒരു വീഡിയോയിൽ പറഞ്ഞതാ, അതായത് ഞങ്ങൾക്ക് മൊത്തം സീസണില് ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥിയാണ് മസ്താനി. പക്ഷെ അതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് വെറും 2 ആഴ്ച നിന്നിട്ടുള്ളൂ, അത്രക്ക് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാണ് ആളെ ഇറങ്ങുന്നതെന്ന്. അതായത് അന്ന് ഓണം ആഘോഷിച്ചതിനേക്കാൾ കൂടുതൽ മസ്താനിയുടെ എവിക്ഷൻ ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ ആലോചിച്ച് നോക്കി എത്രത്തോളം കണക്റ്റഡ് ആണ് ജനങ്ങളും മസ്താനിയും തമ്മിലുള്ള ഇത്. സത്യം, ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളതല്ലോ. ഇപ്പം മറ്റേ ഓണത്തിനായിരുന്നു നമ്മുടെ അപ്പാനീന്റെ പോക്ക്. അന്ന് മസ്താനി എന്തായിരുന്നു, അതിന്റെ പിറ്റേ ദിവസമൊക്കെ മസ്താനി തന്നെ ആയിരുന്നു, ഫുൾ മസ്താനി. അത് മസ്താനി ഔട്ട് ആകുന്ന നേരത്തും ഇത് തന്നെ. അപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി, എന്തുമാത്രം വെറുപ്പീരാണെങ്കിൽ പോട്ടെ, വെറുപ്പിച്ചോട്ടെ. അത് വെറുപ്പീരാണെങ്കിലും അവിടെ കണ്ടന്റ് ഉണ്ടാവുന്നുണ്ടായിരുന്നു, അതാണ് നോക്കേണ്ടത്. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ നല്ല ഓണമില്ല.